നമസ്കാരം. എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്, എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ. ഒരുപാട് തെറ്റുകളും ഒരുപാട് പോരായ്മകളും ഉണ്ട്. അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം. നല്ല അഭിപ്രായമായാലും മോശം അഭിപ്രായമായാലും ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള സ്വാതി തിരുനാൾ കൊട്ടാരത്തിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. കൊട്ടാരത്തിലേക്കുള്ള എൻട്രി വരുന്നത് നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനാണ്. ലെഫ്റ്റ് സൈഡിലാണ് എൻട്രി വരുന്നത്. അതിനകത്ത് കയറാനായിട്ട് എൻട്രി ഫീസ് ഉണ്ട്. മുതിർന്ന ആൾക്കാർക്ക് 70 രൂപ ടിക്കറ്റും കുട്ടികൾക്ക് 30 രൂപ ടിക്കറ്റും. പിന്നെ അതിനകത്ത് തന്നെ ഒരു ചിത്രാലയം എന്ന് പറയുന്ന ഒരു മ്യൂസിയം ഉണ്ട്. പഴയകാല ഫോട്ടോകളെല്ലാം ശേഖരങ്ങളുള്ള ഒരു മ്യൂസിയം ഉണ്ട്. അതിന് 30 രൂപ ചാർജ് വേറെ എടുക്കണം. പിന്നെ അതിനകത്ത് നമുക്ക് ഫോൺ അലൗഡ് അല്ല മ്യൂസിയത്തിനകത്ത്. കൊട്ടാരത്തിനകത്ത് നമുക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാം. അതിന് പ്രത്യേക ടിക്കറ്റ് എടുക്കണം. പുറത്ത് മാത്രം നമ്മൾ ഫോട്ടോ എടുക്കുന്നെങ്കിൽ 50 രൂപയുടെ ടിക്കറ്റും അകത്തും പുറത്തും എടുക്കുന്നെങ്കിൽ 500 രൂപയുടെ ടിക്കറ്റുമാണ് എടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ കൊട്ടാരത്തിൽ വരുന്നത്. ഞാൻ ഇതിനു മുന്നേ പത്മനാഭപുരം കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്. തമിഴ്നാട് തക്കലയിലുള്ള കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്. അവിടെ ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഈ കൊട്ടാരത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. വന്നില്ലെങ്കിൽ ഒരുപാട് നഷ്ടമായി പോകാൻ. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കൊട്ടാരം, ഒരു രക്ഷയില്ല. അകത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ്. നമ്മളെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകും. കൊട്ടാരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഏകദേശം 1840 കാലഘട്ടത്തിലാണ് ഈ കൊട്ടാരം പണിഞ്ഞിട്ടുള്ളത്. തഞ്ചാവൂരിൽ നിന്ന് വന്ന 5000 ശില്പികൾ 4 വർഷം കൊണ്ട് പണിഞ്ഞു കഴിപ്പിച്ച കൊട്ടാരമാണ്. ഇതിന് കുതിരമാളി എന്നുള്ളൊരു പേരുണ്ട്. അത് ആ പേര് തന്നെയാണ് നമ്മൾ അവിടെ കയറുമ്പോഴും നമ്മൾ എൻട്രിയിലൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അത് തന്നെയാണ് അതിന് പേര്. ആ പേര് വീഴാനുള്ള കാരണം വേറെ ഒന്നുമില്ല, ഈ കാണുന്ന കുതിരമുഖങ്ങളാണ്. 122 കുതിരമുഖങ്ങൾ കൊണ്ടാണ് ഈ കൊട്ടാരം പണിഞ്ഞിരിക്കുന്നത്. ആ കുതിരമുഖം എന്ന് പറയുന്നത് നമ്മൾ ഈ കുതിര വില്ല് വലിച്ചുകൊണ്ട് പോകുന്ന രീതിക്കുള്ള ഒരു ഡിസൈനിലാണ് അത് ചെയ്തേക്കുന്നത്. അത് പുറത്തുനിന്ന് അത് കാണുമ്പോൾ ഭയങ്കര രസമാണ് അത് കാണാൻ. അത് ഭയങ്കര ഭംഗിയാണ്. ഇനി നമുക്ക് അകത്തെ കാഴ്ചകളിലോട്ട് പോകാം. അകത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ രാജാവ് ഉപയോഗിച്ചിരുന്ന കട്ടില്, പല്ലക്കുകൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള വിളക്കുകൾ, സീലിങ്, കണ്ണാടി കൊണ്ടുള്ള സീലിങ്ങുകൾ, തോക്കുകൾ, വാള്, പരിച, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. അത് ഞാൻ കൂടുതൽ നിങ്ങളെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ആ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.